ഹലോ എവരിവൺ, കോഡ് മന്ത്രയുടെ ജാവ ട്യൂട്ടോറിയൽ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണ് ഒരു സിമ്പിൾ ജാവ പ്രോഗ്രാം എഴുതുക എന്ന് നമ്മൾ പഠിച്ചു. IDEയുടെ സഹായത്തോടെയും അല്ലാതെയും നമ്മൾ അത് റൺ ചെയ്തും നോക്കി. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ വീഡിയോയിൽ എന്താണ് വേരിയബിൾസ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. എന്താണ് വേരിയബിൾസ്? വളരെ ബേസിക്കായി പറഞ്ഞ നമ്മുടെ ആപ്ലിക്കേഷനകത്തുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് വേരിയബിൾസ് യൂസ് ചെയ്യുന്നത്. ഒരു റിയൽ ലൈഫ് സിനാരിയോ നോക്കാം. നമ്മളെല്ലാവരും ഇടയ്ക്കിടെ ഓരോ ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്യുന്നവരായിരിക്കും. ഈ ഒരു ലോഗിൻ ഫോം നോക്കുക. ഇവിടെ യൂസർ നെയിം, പാസ്വേഡ് എന്ന 2 ഫീൽഡ് യൂസറിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ ഡാറ്റ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണം. എങ്കിലേ നമുക്ക് ആ ഡാറ്റ പിന്നീട് യൂസ് ചെയ്യാൻ കഴിയൂ. സോ യൂസർ നെയിമിനെ യൂസർ നെയിം എന്ന ഒരു വേരിയബിളിലും പാസ്വേഡിനെ പാസ്വേഡ് എന്നൊരു വേരിയബിളിലും സ്റ്റോർ ചെയ്തു വെക്കാം. പിന്നീട് ഈ വേരിയബിൾ നെയിംസ് വെച്ചുകൊണ്ട് കോഡിൽ പല സ്ഥലത്തും ഈ ഡാറ്റ ഉപയോഗിക്കാൻ കഴിയും. വേരിയബിൾസ് യൂസ് ചെയ്തുകൊണ്ട് പലതരം ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയും. ഉദാഹരണത്തിന് ടെക്സ്റ്റുകൾ, നമ്പേഴ്സ്, അങ്ങനെ ഒരുപാടുണ്ട്. ഇനി എങ്ങനെയാണ് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുക എന്ന് നോക്കാം. നമ്മൾ ഈ വേരിയബിൾസ് യൂസ് ചെയ്യുന്നതിന് മുമ്പേ അത് ഡിക്ലെയർ ചെയ്യണം. അത് ചെയ്യാൻ നമ്മൾ 2 കാര്യങ്ങളാണ് കൊടുക്കേണ്ടത്. ഒന്ന്, ഡാറ്റ ടൈപ്പ്, അതായത് എന്ത് തരം ഡാറ്റയാണ് സ്റ്റോർ ചെയ്യുന്നത് എന്ന് മെൻഷൻ ചെയ്യണം. അത് നമ്പേഴ്സോ ടെക്സ്റ്റോ എന്തുമാകാം. ഡാറ്റ ടൈപ്സിനെ കുറിച്ച് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയി സംസാരിക്കാം. 2, വേരിയബിൾ നെയിം. സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ ഒരു ലേബൽ വെച്ചുകൊണ്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഇന്റ് ഏജ്. അതിൽ ഇന്റ് എന്നത് ഒരു ഡാറ്റ ടൈപ്പാണ്. ഇത് ബേസിക്കലി ഒരു നമ്പർ ആയിരിക്കും. ഏജ് എന്നത് ലേബൽ നെയിമും. സോ ഏജ് എന്ന പേരിലായിരിക്കും ഈ നമ്പറിനെ നമ്മൾ കോഡിൽ പലയിടത്തും ഉപയോഗിക്കുന്നത്. അടുത്തത് ഇനീഷ്യലൈസിങ് എ വേരിയബിൾ. നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്തതിന് ശേഷം അതിനൊരു വാല്യൂ കൊടുക്കണം. എങ്കിലേ അതിനൊരു മീനിങ് ഉണ്ടാവുള്ളൂ. ഉദാഹരണത്തിന് ഇന്റ് ഏജ് ഈക്വൽ ടു 25 എന്ന് ഇനീഷ്യലൈസ് ചെയ്തു. ഇതിനുശേഷം കോഡിൽ എവിടെയെങ്കിലും ഏജ് എന്ന് വിളിച്ചാൽ നമുക്ക് 25 എന്ന വാല്യൂ ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു ഉദാഹരണം നോക്കാം. ഈ ഒരു ഫോമിൽ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് യൂസറിൽ നിന്ന് ശേഖരിക്കുന്നു. ഈ ഡാറ്റയെ നമുക്ക് ഇവിടെ കാണുന്ന പോലെ 2 വേരിയബിൾസിനകത്ത് സ്റ്റോർ ചെയ്തു വെക്കാം. ശേഷം നമ്മുടെ ആപ്ലിക്കേഷനിലുടനീളം ഈ വേരിയബിൾ നെയിം വെച്ചുകൊണ്ട് നമുക്കത് യൂസ് ചെയ്യാൻ കഴിയും. ഇനി വേരിയബിൾസിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1, റീയൂസബിലിറ്റി. നമുക്ക് ഈ വേരിയബിൾ നെയിം വെച്ചുകൊണ്ട് ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ഒരു വാല്യൂവിനെ ആക്സസ് ചെയ്യാൻ കഴിയും. 2, ഈസി ടു അപ്ഡേറ്റ് ഇൻ വൺ പ്ലേസ്. ഇത് മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിൾ പറയാം. എൻ്റെ ആപ്ലിക്കേഷൻ്റെ പേര് കോഡ് മന്ത്ര എന്നാണ്. ആ പേര് ഞാൻ 100 പേജിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഞാൻ ആ പേരിനെ മാറ്റി മന്ത്ര കോഡ് എന്ന് അപ്ഡേറ്റ് ചെയ്യുകയാണ്. വേരിയബിൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഈ 100 പേജിലും പോയി ഞാൻ എൻ്റെ പുതിയ പേര് അപ്ഡേറ്റ് ചെയ്യണം. അഥവാ ഞാൻ വേരിയബിൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വേരിയബിളിൻ്റെ വാല്യൂ മാത്രം ഒരു സ്ഥലത്ത് ഞാൻ ചേഞ്ച് ചെയ്താൽ മതിയാവും. അത് ഈ 100 പേജിലും അപ്ഡേറ്റ് ആയിക്കോളും. ഇത്രയുമാണ് വേരിയബിൾസിൻ്റെ ബെനിഫിറ്റ്സ്. ഇനി വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ചില ബേസിക് റൂൾസ് കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വേരിയബിൾ നെയിമിന് നമുക്ക് അലൗഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1, ലെറ്റേഴ്സ്. A to Z എല്ലാ ലെറ്റേഴ്സും നമുക്ക് യൂസ് ചെയ്യാം. അപ്പർ കേസും ലോവർ കേസും യൂസ് ചെയ്യാൻ സാധിക്കും. 2, ഡിജിറ്റ്സ്. 0 to 9 എല്ലാ ഡിജിറ്റ്സും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഡിജിറ്റ്സ് നമുക്ക് വേരിയബിൾ നെയിമിൻ്റെ തുടക്കത്തിൽ യൂസ് ചെയ്യാൻ കഴിയില്ല. ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൗണ്ട് 2 എന്നത് വാലിഡ് ആയിരിക്കും, പക്ഷേ 2 കൗണ്ട് എന്നത് ഇൻവാലിഡ് ആണ്. 3, അണ്ടർസ്കോർ. ഇതും നമുക്ക് വേരിയബിൾ നെയിമിൽ യൂസ് ചെയ്യാം. അണ്ടർസ്കോർ വെച്ചുകൊണ്ടും വേരിയബിൾ നെയിം സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. 4, ഡോളർ സൈൻ. ഡോളർ സൈനും നമുക്ക് വേരിയബിൾ നെയിമിൽ യൂസ് ചെയ്യുന്നത് അലൗഡ് ആണ്, പക്ഷേ ഇത് റെഗുലർ യൂസിന് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അടുത്തത് കേസ് സെൻസിറ്റിവിറ്റി. ജാവ ഒരു കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ് ആണ്. അത് മനസ്സിലാക്കാൻ താഴെയുള്ള എക്സാമ്പിൾ നോക്കുക. 3 വേരിയബിൾസും നെയിം എന്നാണ്, പക്ഷേ 3ലും അപ്പർ ലോവർ കേസ് കോമ്പിനേഷൻ ഡിഫറെൻ്റ് ആണ്. സോ ഇത് 3 ഡിഫറെൻറ്റ് വേരിയബിൾസ് ആയിരിക്കും.
ഇനി ഇവിടെ കുറച്ച് വാലിഡ് ആൻഡ് ഇൻവാലിഡ് ആയിട്ടുള്ള വേരിയബിൾ നെയിംസിൻ്റെ എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. വീഡിയോ ഒന്ന് പോസ് ചെയ്തതിന് ശേഷം ഒന്ന് അനലൈസ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം റൂൾസ് തന്നെയാണ്. ഈ ഇൻവാലിഡ് സെക്ഷനിലെ അവസാനത്തെ എക്സാമ്പിൾ മാത്രം നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്തിട്ടില്ല. ചില വേർഡ്സ് ജാവ ഓൾറെഡി റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ചില മീനിങ്സും ഉണ്ട്. അതിനെയാണ് നമ്മൾ ജാവ കീവേഡ്സ് എന്ന് പറയുന്നത്. ആ ജാവ കീവേഡ്സ് നമുക്ക് വേരിയബിൾ നെയിമായി യൂസ് ചെയ്യാൻ പറ്റില്ല. വരും വീഡിയോസിൽ ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അവസാനമായിട്ട് നിങ്ങൾക്കിത് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു എക്സസൈസ് ആണ്. ഞാനിവിടെ കുറച്ച് വേരിയബിൾ നെയിംസ് കൊടുത്തിട്ടുണ്ട്. ഇത് വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ എന്ന് കണ്ടെത്തുക എന്നതാണ് നിങ്ങളുടെ ടാസ്ക്. ഇതിൻ്റെ ആൻസേഴ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഏറ്റവും താഴെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും എന്താണ് വേരിയബിൾ എന്ന് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് ഇത്രയും പറഞ്ഞത് കോഡ് ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യാം. സോ ഇനിയും കാണുന്നതുവരെ ടേക്ക് കെയർ.